ഹലോ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലയാള സിനിമയിലെ ലെജൻഡ്സ് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഒരുമിച്ചെത്തിയ മഹേഷ് നാരായണൻ മൂവി പേട്രിയോട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സ്ക്രീനിൽ വരുമ്പോൾ ഒരു സെലിബ്രേഷൻ മൂവി ആയിരിക്കും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ അങ്ങനെ ഒരു മൂഡുള്ള മൂവിയല്ല. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ജോണറിലുള്ള മൂവിയാണ് പേട്രിയോട്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കുറച്ച് ബുദ്ധിരാക്ഷസന്മാരുടെ ഒരു ഇന്റലിജന്റ് ഗെയിം. എനിക്ക് അങ്ങനെയാണ് ഈ മൂവിനെ തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്ന ഒരു ബ്ലണ്ടർ ഉണ്ട്. അത് വേണമെങ്കിൽ ആളുടെ പാർട്ട്ണർ മരിച്ചു പോകുമ്പം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. പക്ഷെ അത് ഭയങ്കര വലിയൊരു ബ്ലണ്ടർ ആയിപ്പോയി. ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടി മനഃപൂർവ്വം ആഡ് ചെയ്ത ഒരു ബ്ലണ്ടർ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അതിനെ കാണാം. ഈ മൂവിയിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ ഗവൺമെന്റിൽ ഹൈ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആണ്. മെജോറിറ്റി ഓഫ് ദ ക്യാരക്ടേഴ്സ് ഒന്നെങ്കിൽ ഡിഫൻസിലുള്ളത്, എയർഫോഴ്സ് അല്ലെങ്കിൽ സയന്റിഫിക് അഡ്വൈസേഴ്സ്, ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി നല്ല ബ്രെയിൻ ഉള്ള ആൾക്കാരാണ് മൂവിയിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ മൂവി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു മൂഡിലാണ് മുന്നോട്ട് പോകുന്നത്. മൂവിയുടെ ഒരു കളർ ഗ്രേഡിംഗ് പോലും ഈ ഒരു ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പൈ ആപ്പ് കോർപ്പറേറ്റിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അത് കോമൺ മാൻ്റെ ലൈഫിൽ എത്രമാത്രം ത്രെട്ടനിങ് ആണ് എന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമയുടെ ആ ഒരു സ്റ്റോറി ലൈൻ വളരെ സിമ്പിൾ ആണെങ്കിലും സിനിമയെ ഡിഫറെൻ്റ് ആക്കിയത് അതിൻ്റെ മേക്കിംഗ് ആണ്. ഒരുപാട് ഇമോഷൻസ് ഒന്നും കുത്തി നിറക്കാതെ ഒരു ക്ലാസ് ആയിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് അതിനെ നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീനിന് എത്രമാത്രം വേണോ ആ ഒരു മീറ്ററാണ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പിടിച്ചിട്ടുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആണെങ്കിലും ഇതിൽ അങ്ങനെ ഒരുപാട് സസ്പെൻസുകളൊന്നും സിനിമയിലില്ല. നമുക്ക് ഓരോ പാർട്ടും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ മേക്കിംഗ് അസാധ്യമായതുകൊണ്ട് തന്നെ ഈവൻ നമുക്ക് ക്ലൈമാക്സ് പോലും പ്രെഡിക്റ്റബിൾ ആണെങ്കിലും അതൊട്ടും തന്നെ ലാഗോ ബോറടിയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ലുക്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അവരുടെ എയർലി ലൈഫ് ആണെങ്കിലും പഴയ കാലഘട്ടം കാണിക്കുമ്പോഴും പുതിയ കാലഘട്ടം കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ഓരോ ജോബ് റോൾസിലുള്ളപ്പോഴും അവരുടെ ലുക്സ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാസ്റ്റിങ്ങിൽ എനിക്കൊരു പോരായ്മ തോന്നിയത് നയൻതാരയുടെ കാസ്റ്റിംഗ് ആണ്. ആ ഒരു ക്യാരക്ടറിന് ആ സിനിമയിൽ വലിയതായിട്ടൊന്നും ചെയ്യാനില്ല. മാത്രമല്ല നയൻതാരയുടെ ആ ഒരു മേക്കപ്പ് ഒക്കെ കുറച്ച് ആ ഒരു സീനിനൊന്നും ആപ്റ്റ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറൊരു ആക്ടറിനെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയാൽ ആ ഒരു ക്യാരക്ടർ എലൈറ്റ് ആയിട്ട് കാണിക്കാം. പക്ഷെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് അത് ഒരു കുറച്ച് ഡ്രമാറ്റിക് ആയോ എന്ന് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. അതൊഴിച്ച് ബാക്കി എല്ലാ കാസ്റ്റിങ്ങും വളരെ ആപ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് സെറിൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ആ ഒരു കെമിസ്ട്രി സിനിമയിൽ അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ഇവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ അത്ര നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഒരിക്കലും ഒരു പോരായ്മയായിട്ട് ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന രണ്ട് ലെജൻഡ്സ് ആയതുകൊണ്ട് മാത്രം അവർ നമ്മൾ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ കുറച്ചധികം പ്രതീക്ഷകൾ വെക്കുമല്ലോ, കുറച്ച് എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും. അതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ഫീൽ ചെയ്തു. ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും, തെലുങ്ക്, കന്നഡ, മറ്റേതൊരു ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു ബ്രഹ്മാണ്ഡ പടം എന്ന് പറയുമ്പോൾ ഒരുപാട് VFXും ഒരുപാട് ബജറ്റും ഒരുപാട് അവിടെ ഇവിടെ കുറേ കോലാഹലങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ എടുക്കുക. പക്ഷെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ആ ഒരു രണ്ട് ആക്ടേഴ്സ് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ, ആ ബിഗ് എംസ് മാത്രം മതി സിനിമേനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. മറ്റൊരു ചെറിയ പോരായ്മ തോന്നിയത് ആക്ഷൻ സീക്വൻസിലാണ്. കുറച്ചധികം ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ഒന്നെങ്കിൽ ഒരു മൂവിങ് ഫ്ലൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂവിങ് ലിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ഓടുന്ന കാറ്. അതുകൊണ്ടൊക്കെ തന്നെ ക്യാമറ ഒരുപാട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫൈറ്റും നമുക്ക് അത്ര കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്യാമറയുടെ ആംഗിൾസ് എപ്പോഴും മാറുന്നത് കൊണ്ട് ആ ഒരു എൻജോയ്മെന്റിന് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റെങ്കിലും കുറച്ച് നോർമലായിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും സിനിമയുടെ ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ സിനിമയുടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് നല്ല സ്കില്ല് വേണം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ടൈറ്റിൽ കാണിക്കുന്നത്. ആൻഡ്
വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. ഇൻ ടോട്ടൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു 2 ലെജൻഡ്സ് ഒരുമിച്ച് വന്ന ഒരു മൂവി ഒരിക്കലും വെറുതെ ആയില്ല. മഹേഷ് നാരായണൻ എന്ന ഒരു ഡയറക്ടർക്ക് നമ്മൾ പ്രേക്ഷകർ കൊടുത്തിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആയിട്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് പേട്രിയോട്ട്.